ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കൃഷ്ണഗിരി വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങൾക്ക് കണ്ണീരോടെ വിട നൽകി നാട്. ഒറ്റപ്പാലം പനമണ്ണ് സ്വദേശികളായ ദിവ്യ, ദീപക് എന്നിവരാണ് മരിച്ചത്. പറക്കമുറ്റാത്ത കുട്ടികളെയും രണ്ട് കുടുംബങ്ങളെയും തീരാ വേദനയിലാഴ്ത്തി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ച സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പട്ടാമ്പി കരിമ്പുള്ളി തെക്കേട്ടിൽ വിനീതിന്റെ ഭാര്യ, ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി ദിവ്യ, സഹോദരൻ ദീപക് എന്നിവരാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ പനമണ്ണയിലെ വസതിയിലെത്തിച്ചു. ഒരു നാട് മുഴുവൻ വിങ്ങിപ്പൊട്ടി മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ അമ്പലവട്ടത്തെ മണിയൻതോട്ടിൽ വീട്ടിലേക്ക് ഒഴുകിയെത്തി. ദിവ്യയുടെ മൃതദേഹം രാവിലെ 9 മണിയോടെ കരിമ്പുള്ളിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലെത്തിച്ചു. നാടിന്റെ പ്രിയപ്പെട്ട ദിവ്യയെ അവസാനമായി കാണുവാനും യാത്രയയക്കുവാനും നിരവധി ആളുകളാണ് എത്തിയത്. 12 മണിയോടെ ദിവ്യയുടെയും ദീപുവിന്റെയും മൃതദേഹം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ കൃഷ്ണഗിരിയിലാണ് അപകടമുണ്ടായത്. വിനീത്, ഭാര്യ ദിവ്യ, 2 കുട്ടികൾ, വിനീതിന്റെ അമ്മ സരോജിനി, ദിവ്യയുടെ മാതാപിതാക്കളും അനിയത്തിയും അനിയനും കൂടി ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്നു. ഇവർ യാത്ര ചെയ്യുന്നതിനിടെ പഞ്ചറായ കാറിന്റെ ചക്രം മാറ്റിയ ശേഷം കേടായ ചക്രം കാറിന്റെ ഡിക്കിയിലേക്ക് തിരികെ വെക്കുന്നതിനിടെ പിറകെ വന്ന ടോറസ് ലോറി ഇരുവരുടെയും ജീവൻ എടുക്കുകയായിരുന്നു. ദീപക് ചക്രം കാറിലേക്ക് വയ്ക്കുന്നതിനിടെ സഹോദരിയായ ദിവ്യയായിരുന്നു മൊബൈൽ ഫ്ലാഷ് ഓണാക്കിയിരുന്നത്. അപകട സ്ഥലത്തു നിന്നും കൃഷ്ണഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടികളൊഴികെ കാറിനുള്ളിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും അപകടത്തിൽ പരിക്കുണ്ട്. പരിക്കേറ്റവർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.